ബോർഡിലാണ് ചെയ്യുന്നത്. കമ്പുമേ Good morning, everyone. Good morning, ma'am. Morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പ്രഷൻസ് ആയിരുന്നു എഴുതിയിരുന്നത്. അത് എവിടെ വരെ എഴുതി എന്ന് പറയാമോ ആരെങ്കിലും? I think have you heard of it? Am I correct? ആണോ? Yeah. Correct. Okay. Next one is make. Make. മേക്കിന്റെ മീനിങ് വന്നത് എന്താണ്? ഉണ്ടാക്കുക ഒരു മീനിങ്ങിനാണ് അല്ലെ. പക്ഷെ നമ്മൾ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ മേക്കിന്റെ മീനിങ് വരാ ചെയ്യിപ്പിക്കുക എന്നൊരു മീനിങ് ആവരാം. ഓക്കെ, മേക്ക് ആണ്. മേക്ക് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് V1 എന്നാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സബ്ജക്ട്? ഞാൻ എന്താണ് അതൊരു പ്രസന്റ് ടെൻസ് പറയുകയാണെങ്കിൽ ഐ മേക്ക് ഹർ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അവളെ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, ചെയ്യിക്കുന്നുണ്ട്. ആ ഒരു മീനിങ്ങിലാണ് വരാം. ഐ മേക്ക് ഹർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്ട്, ദെൻ മേക്ക്, ദെൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് അല്ലെ, ഹർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. Then verbiന്റെ first form, that understand. I make her understand. അത് present tense ആണ്. ഇനി അത് past ലേക്കാണ് പറയുന്നെങ്കിലോ I made her understand എന്ന് വരും. ഫ്യൂച്ചർ ആണെങ്കിലോ I will make her understand. ഞാൻ നമ്മളെ മനസ്സിലാക്കിപ്പിക്കാം. മനസ്സിലായോ? ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ make എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയോ എല്ലാവരും? സബ്ജക്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്ട് പ്ലസ് V1. ഓക്കെ, എഴുതുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻ haven't or hasn't. haven't or hasn't നെഗറ്റീവ് ആണ്. haven't and hasn't. haven't and hasn't. പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാവ് ആണ്, സിംഗുലർ ആണെങ്കിൽ hasn't. സോ ഇവിടെ സ്ട്രക്ചർ വരുന്നത് haven't or hasn't പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് et. et ആണ്, YET, et. haven't or hasn't പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് et. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരാം. haven't or hasn't plus subject plus V3 plus et എന്നാണ് ഇതിന്റെ സ്ട്രക്ചർ വരാം. ഓക്കെ, മീനിങ് വരുന്നത് ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ, ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, വെർബ് അനുസരിച്ചിട്ട് ഒരു ചേഞ്ച് വരും. hasn't she come yet, അവൾ ഇതുവരെയായിട്ടും വന്നില്ലേ. മനസ്സിലായോ? hasn't she come yet, അവൾ ഇതുവരെയായിട്ടും വന്നില്ലേ. come അല്ല, came yet. ഓക്കെ, hasn't she came yet, സോറി came അല്ല, come ആണ്. V3 അല്ലേ, come, came, come. സോ come ആണ് വരുന്നത്. hasn't she come yet, അവൾ ഇതുവരെയും വന്നില്ലേ. നീ hasn't he gone yet, അവൻ ഇതുവരെയും പോയില്ലേ, അവൻ ഇതുവരെയായിട്ട് പോയില്ലേ. ആ ഒരു മീനിങ് ആണ് hasn't he gone yet. നീ have ആണെങ്കിലോ haven't they finished it yet, haven't they finished it yet, അവര് ഇതുവരെയായിട്ട് ഫിനിഷ് ചെയ്തില്ലേ. haven't they finished it yet. ഇനി hasn't she done it yet, അവള് ഇതുവരെയായിട്ടും അത് ചെയ്ത് തീർത്തില്ലേ, ഒരു ചെയ്തില്ലേ. ആ ഒരു മീനിങ് തന്നെയാണ് hasn't she done it yet. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സെന്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അവൾ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ, അവൾ ഇതുവരെയായിട്ടും പോയില്ല അങ്ങോട്ട്, ഇതുവരെയായിട്ട് അങ്ങോട്ട് പോയില്ലേ. ഓക്കെ, പിന്നെ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെയാണ് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക്
ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ്പ്രഷൻസ് മാക്സിമം പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പോ അവൻ ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? എങ്ങനെയാ ചോദിക്കുക? Hasn't she ready yet? അല്ലേ? അവൻ ഇതുവരെയായിട്ട് അവിടെ പോയില്ലേ? Hasn't she? Hasn't he gone there yet? Hasn't he gone there yet? അവൻ ഇതുവരെയായിട്ട് അവിടെ പോയില്ലേ? Hasn't he gone there yet? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഏബിൾ ടു. ഏബിൾ ടു, ഏബിൾ ടു ചെയ്യാൻ കഴിവുള്ള എന്നൊരു മീനിങ് ആവരാ. ചെയ്യാൻ കഴിവുള്ള. ഓക്കെ, ഇവിടെ നമുക്ക് നോട്ട് ഏബിൾ ടു ഉണ്ട്, കഴിയാൻ പറ്റാത്ത ആ ഒരു ഇതിൽ വരും. അപ്പൊ ഏബിൾ ടുവിന്റെ സ്ട്രക്ചർ വരാം സബ്ജക്ട് പ്ലസ് ഏബിൾ ടു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് ഏബിൾ ടു പ്ലസ് V1 എന്നാണ് ആ സ്ട്രക്ചർ വരാം. ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്, ഞാൻ സംസാരിക്കും അല്ലെ. ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ആം ഏബിൾ ടു യൂസിങ് ഹിം അപ്പ്. Sorry, I am able to bring him up. And we are able to look after our parents. We are able to look after our parents. Parents നോക്കാനൊക്കെ കഴിവുണ്ട് ആ ഒരു മീനിങ് ആണ് വരാം. We are able to look after our parents. Okay. We are able to look after our parents. I am able to speak English. I am able to bring him up. I am able to bring him up. Okay. So ഇതാണ് able to ന്റെ മീനിങ് വരാം. നമുക്ക് ചെയ്യാൻ കഴിവുള്ള നമ്മുടെ എബിലിറ്റി ആ ഒരു മീനിങ് ആണ് വരാം. Okay. Next expression has or have plus subject plus a word plus V3. Has or have plus subject plus a word EVER, a word plus V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ചോദിക്കില്ലേ? നീ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നീ എന്തെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? നീ എന്തെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, നീ എന്തെങ്കിലും നന്നായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? ആ ഒരു രീതിയിലാണ്. അപ്പോ എന്താണ്, നീ എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ടോക്ക് ടു ഹിം? ഹാവ് യു എവർ ടോക്ക് ടു ഹിം V3 ഫോം ആണ്. ഓക്കെ, ഹാവ് യു എവർ ടോക്ക് ടു ഹിം? ഹാവ് യു എവർ റീഡ് ഇറ്റ്? ഹാവ് യു എവർ sorry, has he ever helped you? Has he ever helped you? Have you ever read it? Have you ever talked to him? നീ എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? നീ എന്തെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? നീ എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു രീതിയിലേക്കാണ് വരാം. അപ്പോ ഹാവ് യു എവർ ടോക്ക് ടു ഹിം? ഹാവ് യു എവർ റീഡ് ഇറ്റ്? ഹാസ് ഹി എവർ ഹെൽപ്ഡ് യു? Has he ever helped you? Okay, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അണ്ടർസ്റ്റുഡ്? Yeah, okay. Yes, ma'am. മേക്കിന്റെയോ സ്ട്രക്ചർ പറഞ്ഞുതരോ? മേക്കോ സബ്ജക്ട് പ്ലസ് make plus object plus V1. Subject plus make plus object plus V1. Okay, clear? Okay. The next expression, managed to plus V1. Managed to plus V1. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറയും. മാനേജ് മീൻസ് കൈകാര്യം ചെയ്യുക, ആ ഒരു മീനിങ് ആണ് വരാം അല്ലെ. അത് കൈകാര്യം ചെയ്തു എന്നൊരു മീനിങ് വരും. Managed to plus V1. Subject plus managed to plus V1 എന്നാണ് ആ സ്ട്രക്ചർ വരാം. I managed to get a couple of tickets. ഞാൻ പക്ഷെ ടിക്കറ്റ്സ് കിട്ടുമെന്ന് ഞാൻ കൈകാര്യം ചെയ്യാൻ നോക്കട്ടെ. ചെയ്തു എന്നൊരു മീനിങ് ആണ് വരാം. Okay. Then we managed to get back here yesterday itself. He managed to pay the money in time. He managed to pay the money in time. Okay. So managed a subject plus managed to plus V1. Okay. In the next, how long plus has or have plus
how long plus has or have plus subject plus being plus verb ing. How long plus has or have plus subject plus being plus verb ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു ആ ഒരു മീനിങ് ആണ് വരാ സെന്റൻസിന് കേട്ടോ. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു. How long has she been studying here? How long has she been studying here? അവൾ എത്ര നാളായിട്ട് ഇവിടെ പഠിക്കുന്നു. How long has she been studying here? How long has he been working with you? എത്ര നാളായിട്ട് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. എത്ര നാളായിട്ട് അല്ലെ എത്ര കാലമായിട്ട് അവൻ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. How long has he been working with you? Okay. Next, how long have they been ruling this state? എത്ര കാലമായിട്ട് അവര് ഈ സ്റ്റേറ്റ് റൂൾ ചെയ്യുന്നു, അതായത് ഭരിക്കുന്നു, ആ ഒരു മീനിങ് ആണ്. അപ്പൊ എത്ര കാലമായിട്ട് നീ അങ്ങനെ ചെയ്യുന്നു, നീ എത്ര കാലമായിട്ട് എന്താണ് അവിടെ പഠിക്കുന്നു, എത്ര കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ എക്സ്പ്രഷൻ വരാ. How long plus has or have plus subject plus being plus verb ing. Okay. In next, another expression. It's time plus V2. Subject plus it's time plus V2. Subject plus it's time plus V2. Sorry, structure ഇങ്ങനെയാ വരാ. It's time plus subject plus V2 ആണ്. It's time plus subject plus V2. അതായത് സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time you gave up smoking. It's time you gave up smoking. It's time we started the function. It's time she informed us. Okay, അപ്പൊ ആ ടൈം എന്താണ് അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു മീനിങ് ആവാം. It's time you gave up smoking. സ്മോക്കിംഗ് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time we started the function. It's time we started the function. അപ്പൊ it's time plus subject plus V2. Okay, it's time plus subject plus V2. Okay, it's time we started the function. It's time you gave up smoking, and it's time she informed us. Okay, next expression is do or does or did. Do or does or did plus subject plus V1. Do or does or did plus subject plus V1. Question ആണ്. ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച്, ഒരു പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കുന്നു. Question ആണ്. Do you read a lot? Does he come here? Did you speak English? Do you know English? Okay. Then does he go there? Does he do that? Okay. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. സിംഗിളിന്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാം? ഡസ് യൂസ് ചെയ്യുന്നു. പ്ലൂറലിന്റെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യുന്നു. ഇനി പാസ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഡിഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. Did you do that? എന്ത് ചെയ്തു? ചെയ്തില്ലേ? ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തും ടെൻസിനെ ബേസ് ചെയ്തും ഡു, ഡസ്, ഡിഡ് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഓക്കെ, ഇനിയിപ്പോ do you have a car? ഇത് ചോദിക്കാതെ do you have a car? നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ? കാർ ഉണ്ടോ? Do you have a car? Okay. Then next, ഇപ്പോ നമ്മൾ ഡു ഡസ് വെച്ച് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു ഇപ്പോ
അവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതായത് do you have a car? Do you read a lot? Do he come here? Sorry, does he come here? Okay. Question ചോദിക്കുന്ന രീതിയിലാണ് നമ്മൾ do does ഇത് വെച്ച് ചോദിക്കുക. Yeah. Okay. ഇനി next may have plus P3. May have. May have. Okay. May have plus P3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. ആ ഒരു മീനിങ് ആണ് may have വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. സബ്ജക്ട് പ്ലസ് may have plus P3 എന്നാണ് വരാം. ഇപ്പോ I may have seen her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകും. മീനിങ് ആണ്. She may have come here. അവള് ചിലപ്പോ വന്നിട്ടുണ്ടാകും. They may have practiced. അവര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. ഇവിടെ മെയ്യും മൈറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോ എന്താണ്, ഇപ്പൊ നമ്മള് നല്ലൊരു മഴക്കാലം കണ്ടു അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയുമല്ലോ എന്താണ് ഇറ്റ് മേ റെയിൻ പറയുമ്പോ എന്താണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ പറയും. നമുക്ക് മഴക്കാലം കണ്ടിട്ട് നമ്മൾ പറയുമോ ചിലപ്പോ മഴ പെയ്യാം അല്ലെ, ആ ഒരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും ആണ് ഇപ്പൊ നോക്കിയിട്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ മഴ പെയ്യുണ്ടോ ഇല്ലയോ. അപ്പൊ അവർ വന്ന് നോക്കിയിട്ടാണെങ്കിൽ ഇത് പെയ്യാൻ ചാൻസ് ഇല്ല, ഇത് കാറ്റെടുത്തിട്ട് പോകും എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മനസ്സിലെ ഓരോ സാഹചര്യങ്ങളും അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് മെയ് ആണോ മൈറ്റ് ആണോ വരാ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് മെയ്യും മൈറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ, question word plus do or does plus subject plus have to be what? Question word plus do or does plus subject plus have to plus be what? Okay. ഇവിടെ what do you have to study? ഞാൻ എന്താണ് പഠിക്കുന്നത്? What do you have to study? അല്ല, നീ എന്താണ് പഠിക്കാൻ? What do you have to study? ഇനി how do you have to arrange it? നീ എങ്ങനെയാണത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? അറേഞ്ച് ചെയ്യേണ്ടത് നീ എങ്ങനെയാണത് അറേഞ്ച് ചെയ്യേണ്ടത്? മനസ്സിലായോ? when do we have to go? എപ്പോഴാണ് ഞങ്ങൾ അവിടെ പോകേണ്ടത്? അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു മീനിങ് ആണ് ഈ ഒരു എക്സ്പ്രഷൻ വരാം. ഓക്കെ. ഇത്രയും എക്സ്പ്രഷൻസ് നിങ്ങൾ എഴുതിയെടുത്തില്ലേ? ഇതിലെല്ലാത്തിനും മലയാളം എഴുതിയെടുക്കുക. മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓരോ സെന്റൻസ് മേക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ സെന്റൻസ് മേക്ക് ചെയ്ത് പഠിക്കുക. ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. കാരണം നമ്മൾ മിക്കപ്പോഴും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് പറയാം അല്ലെ. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട്. അപ്പൊ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് മിക്ക കാര്യങ്ങളും. അപ്പോ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി എങ്ങനെയാ പറയാ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന് പറയുന്നത്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്താ പറയാ, വി മാറ്റ് അല്ലെ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം വി മാറ്റ്. നമ്മൾ കണ്ടിട്ടിപ്പോ ഒരുപാട് നാളായി പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു എക്സ്പ്രഷൻ ആണ്. ഈ എക്സ്പ്രഷൻസ് പഠിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ മേ പറഞ്ഞു. ലാസ്റ്റ് വൺ മീൻസ് വിച്ച് വൺ ആണ്? വിച്ച് വൺ? Question word ആണ്. Question word plus do or does plus subject plus have to plus be1. Yeah. Question word എന്തു ആകാം? What, how, when, why, which, where ഇതൊക്കെയാണ് question word എന്ന് പറയാം. WH-നെയാണ് question words എന്ന് പറയാം. അപ്പൊ question word plus do or does plus അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. do അല്ലെങ്കിൽ does അറിയാലോ. അപ്പൊ question word plus do or does plus subject plus have to plus be1. ഇവിടെ what you have to study. what എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. do you വന്നതുകൊണ്ട് നമുക്ക് do അവിടെ ചേർത്തു. then have to ഉണ്ട്. അതിനുശേഷം ചോദിക്കുകയാണ് be1 ആണ്. ഓക്കെ. അപ്പൊ what you have to study. നീ എന്താണ് പഠിക്കാൻ നീ എന്താണ് പഠിക്കാൻ പോകുന്നത്? നീ എന്താണ് പഠിക്കാൻ ചെയ്യേണ്ടത്? ആ ഒരു മീനിങ് ആണ് അതിന്റെ വരാം. ഓക്കെ. ഇനി how do you have to arrange? നീ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, ചെയ്യേണ്ടത്? ആ രീതി. Then when do we have to go?
നിങ്ങൾ എപ്പോഴാണ് അവിടെ പോവേണ്ടത്? ഓക്കെ, ആ ഒരു മീനിങ് ആണ് ഈ എക്സ്പ്രഷന് വരാം. ഇനിയിപ്പോ മേ ഹാവ് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? മൈറ്റ് ഹാവ്. മൈറ്റ് ഹാവ് പ്ലസ് V3, സബ്ജക്ട് പ്ലസ് മൈറ്റ് ഹാവ് പ്ലസ് V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ മെയും മൈറ്റും നമ്മുടെ വ്യത്യാസം. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. സെയിം യൂസേജ് തന്നെയാണ്. ഇപ്പോ ഐ മേ ഹാവ് സീൻ ഹർ എന്ന് പറഞ്ഞു, അവിടെ ഐ മൈറ്റ് ഹാവ് സീൻ ഹർ എന്ന് പറയാം. ഷി മൈറ്റ് ഹാവ് കം ഹിയർ എന്ന് പറയാം. ദേ മൈറ്റ് ഹാവ് പ്രാക്ടീസ്ഡ് എന്ന് പറയാം. ഓക്കെ, മൈറ്റോ മേയോ രണ്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, എത്രയും നമുക്ക് ഉറപ്പാണോ, എങ്ങനെയാണ്, ഒരുപാട് ചാൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് മെയ് യൂസ് ചെയ്യാം, കുറവാണെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിത് തോന്നുന്നു ആ രീതിക്കാണ് മെയ് ആണോ മൈറ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതർവൈസ് രണ്ട് യൂസ് ചെയ്തുകൊണ്ട് വേറെ മിസ്റ്റേക്സോ കാര്യങ്ങളൊന്നും ഇല്ല, ഗ്രാമർ മിസ്റ്റേക്സോ അങ്ങനൊന്നും വരില്ല. ഓക്കെ, then അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? would or do you mind plus verb ing. would അല്ലെങ്കിൽ do. Okay, would or do you mind plus verb ing. ഇവിടെ would you mind staying with me? would you mind staying with me എന്ന് ചോദിക്കാം. do you mind staying with me എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇതിൽ വിരോധം ഉണ്ടോ എന്നൊരു മീനിങ് ആണ് വരാം. ഓക്കെ, would you mind staying with me? നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കുന്നതിന് വിരോധം ഉണ്ടോ? would you mind staying with me? would you mind playing football? ഫുട്ബോൾ കളിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ? would you mind waiting outside? ഓക്കെ, would you mind ചോദിക്കാം. നമുക്ക് അവിടെ do you mind ചോദിക്കാം, രണ്ടും ചോദിക്കാം. ഓക്കെ, would അല്ലെങ്കിൽ do നമുക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ would you mind നേരത്തെ പറഞ്ഞതായിരുന്നു. സോ ഇവിടെ do you mind നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിസ്റ്റേക്സ് ഇല്ല, രണ്ടും യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും വരില്ല. Okay, would you mind I open the window? അല്ലെങ്കിൽ do you mind I open the window എന്ന് ചോദിച്ചാലും രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരാം. Okay, is it clear or not? ക്ലിയർ ആണ്? യെസ്, ക്ലിയർ ആണോ? രമ്യ മനസ്സിലാവുന്നുണ്ടോ? അശ്വൻ ക്ലിയർ ആണ്? അശ്വൻ ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? must have plus V3. must have plus V3. must have, may have പഠിച്ചു, might have പഠിച്ചു. must have means അത് must ആയിട്ട് എന്താണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ആ ഒരു മീനിങ് ആണ് വരാം. must have. I must have seen her. ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ സബ്ജക്ട് പ്ലസ് must have plus V3. have ഒന്നുകൊണ്ട് അവിടെ V3 ഫോം ആണ് വരാം. അപ്പൊ സബ്ജക്ട് പ്ലസ് must have plus V3 ആണ് വരാം. അപ്പൊ I must have seen her. She must have come here. They must have practiced. Okay, അപ്പൊ may have, might have, must have എല്ലാം സിമ്പിൾ ആണ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കണം, ഷുവർട്ടി കുറച്ച് കൂടുതലാണ്. മനസ്സിലായോ? അപ്പോ ഇനി നെക്സ്റ്റ് എണ്ണം ഷുഡ് ഹാവ് ആണ്. ഷുഡ് ഹാവ് പ്ലസ് V3. may have, might have, must have, should have. ഓക്കെ, ഷുഡ് മീൻസ് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, you should have gone there. should means നമുക്കൊരു അഡ്വൈസ് പോലെയാണ്. നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, നീ അങ്ങനെ ചെയ്യണം. you should do that. നീ അങ്ങനെ ചെയ്യണം. ഓക്കെ, you should practice English every day. നിങ്ങൾ ഇംഗ്ലീഷ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. you should practice English every day. ഇംഗ്ലീഷ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഒരു അഡ്വൈസ് പോലെയാണ് എപ്പോഴും ഷുഡ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നീ ആ കാര്യം ചെയ്യാം, നീ അവിടെ പോകണം. you should go there. നീ അവിടെ പോകണം. നമുക്ക് നീ ഇവിടെ പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ പോകണം എന്നൊരു മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. ഷുഡ് മസ്റ്റ് ഏകദേശം സെയിം ആണ്, പക്ഷെ ഷുഡ് ആണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഡ് ആണ്. കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് പറയുമ്പോൾ യു മസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എല്ലാം സെയിം മീനിങ് ആണ്. ഷുവർക്ക് കുറച്ച് കൂടുതൽ മസ്റ്റ് ആണ്. ഷുഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്, അഡ്വൈസ് പറയാനൊക്കെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നതാണ്. മെയിൻ മൈറ്റും നമ്മൾ ഷുവർക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ഷുഡ് വെച്ചിട്ടാണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് V3 ആണ് വരാ. എക്സാമ്പിൾ, you should have gone there. you should have gone there. നീ അവിടെ പോകേണ്ടതായിരുന്നു. you should have gone there.
നീ അവിടെ പോകേണ്ടതായിരുന്നു. അപ്പൊ യു ഷുഡ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം. നീ എന്തായാലും ചെയ്യണം ആ ഒരു മീനിങ് ആണ് യു ഷുഡ് ഡു ദാറ്റ്. ഡു ഇറ്റ്. യു ഷുഡ് ഗോ ദെയർ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകണം. ഇവിടെ യു ഷുഡ് ഹാവ് ഉണ്ട്. യു ഷുഡ് ഹാവ് ഗോൺ ദെയർ. നീ അവിടെ പോകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹർ. നീ അവിടെ വിളിക്കേണ്ടതായിരുന്നു, ഇൻവൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ടേക്കൺ മോർ കെയർ. കുറച്ചുകൂടെ കെയർ കുറച്ചുകൂടെ കൊടുക്കേണ്ടതായിരുന്നു. മനസ്സിലായോ? ആ ഒരു മീനിങ്ങിലാണ് ഷുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് auxiliary plus subject plus interested in. Auxiliary plus subject plus interested in. Question ആണ്, താല്പര്യം ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. Are you interested in music? Interested ഉണ്ടോ? അത് താല്പര്യം ഉണ്ടോ? Auxiliary plus subject plus interested in. Okay, are you interested in music? Is he interested in it? അവനോട് താല്പര്യം ഉണ്ടോ? Are you interested in acting? അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ? ഓക്കെ, അപ്പൊ സബ്ജക്ട് ബേസ് ചെയ്തിട്ട് ഓക്സിലറി മാറും. സിംഗുലർ ആണെങ്കിൽ ഇപ്പൊ ഐ ആണെങ്കിൽ ആം വരും. ഇനി യു ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ അവിടെ ഏതാണ് വരാ? ഓക്സിലറി ആറാണ് വരാ. ഓക്കെ, സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ ഈസ് ആണ് വരാ. ഓക്കെ, നമ്മൾ കൂടുതലും പ്ലൂറൽ സബ്ജക്ട് വെച്ചിട്ടാണ് മിക്കപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറ്, അല്ലെ? അപ്പൊ ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻട്രസ്റ്റഡ് ഇൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇത്രയും എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റുമോ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട്? കുറച്ച് ഓക്കെ, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്തു. ഓക്കെ, എല്ലാവരും ഒന്ന് കുറച്ചൊരു ഓരോന്നോ എല്ലാം വെച്ചിട്ട് എല്ലാ എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വീതം ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, സ്ട്രക്ചർ വെച്ചിട്ടാകുമ്പോൾ സിമ്പിൾ ആണ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട്, അല്ലെ? സബ്ജക്ട് ഏതാണെന്ന് അറിയാം, എന്നിട്ട് വെർബ് ഏതാണെന്ന് അറിയാം, എല്ലാം ഇപ്പൊ അറിയാവുന്നതാണ്. സബ്ജക്ട്, വെർബ്, ഓക്സിലറി, അല്ലെ? സോ സിമ്പിൾ ആണ്. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നുണ്ടോ എക്സാമ്പിൾ? എനിവൺ ചെയ്യുന്നുണ്ടോ? Have you ever gone to him? Have you ever gone to him? രമ്യ അവിടെ have you ever gone to him എന്താ മീൻ ചെയ്തേ? എന്റെ കൂടെ വരുന്നുണ്ടോന്നാണ്. വരുന്നുണ്ടോന്നാണോ? അതെ. പക്ഷെ ഹാവ് യു എവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്നൊരു മീനിങ് ആണ് ഇവിടെ വരാൻ. ഹാവ് യു എവർ ഹാവ് യു എവർ ഗോൺ ദെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നാ വരാം. അവിടെ ഹിം ആണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ ദെയർ ആണെങ്കിൽ ഓക്കെ ആണ്. ഹാവ് യു എവർ ഗോൺ ദെയർ അത് എവിടെയെങ്കിലും ആവും. ഹാവ് യു എവർ ഗോൺ എന്തെങ്കിലും ഒരു പ്ലേസ് ചോദിക്കാം, അവിടെ എന്തെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? അപ്പൊ ആ ഒരു മീനിങ് വരും. അവിടെ ഹിം വരുമ്പോ മിസ്റ്റേക്ക് ആണ് ഐ തിങ്ക്. ഓക്കെ, ഇനി he is able to sing. Yeah, he is able to sing. Correct ആണ്. Next, ഇപ്പോ രമ്യ ഹാവ് യു എവർ ടോക്ക്ഡ് ആണെങ്കിൽ ഓക്കെ. ഹാവ് യു എവർ ടോക്ക് ടു ഹിം, നീ അവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഹിമ്മിന്റെ അവിടെ ദെയർ ആക്കാം, അല്ലെങ്കിൽ ഗോണിന്റെ അവിടെ ടോക്ക്ഡ് ആക്കാം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻസ് കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് എക്സ്പ്രഷൻസ് ഞാൻ പറഞ്ഞാണ്. അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവര് മാക്സിമം റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, അപ്പോ എല്ലാ എക്സ്പ്രഷൻസിനും എഴുതി വെച്ചിട്ട് എക്സാമ്പിൾസ് മേക്ക് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എന്താണ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, ma'am. Okay, thank you. Thank you, ma'am.